വെൽക്കം ബാക്ക്. മിസ്രിലേക്കുള്ള ഞങ്ങളുടെ യാത്രയുടെ രണ്ടാം ഘട്ടമാണ് ഇന്നത്തെ എപ്പിസോഡ്. അലക്സാൻഡ്രിയ സിറ്റി ഈജിപ്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് അലക്സാൻഡ്രിയ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മഹത്തായ നഗരം. BC 331 പേർഷ്യക്കാരിൽ നിന്നും ഈജിപ്ത് പിടിച്ചെടുത്ത ശേഷം അലക്സാണ്ടർ തൻ്റെ അടിത്തറകളിലൊന്നായി അലക്സാൻഡ്രിയ എന്ന നഗരം സ്ഥാപിച്ചു. അദ്ദേഹം ഈജിപ്തിൻ്റെ തീരത്ത് തൻ്റെ പേരുകൊണ്ട് തന്നെ ഒരു വലിയ ഗ്രീക്ക് നഗരം നിർമ്മിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അടിത്തറയിട്ട് ഏതാനും മാസങ്ങൾക്ക് ശേഷം അലക്സാണ്ടർ ഈജിപ്ത് വിട്ടു. പിന്നീട് അദ്ദേഹം നഗരത്തിലേക്ക് മടങ്ങിയില്ല. ഒറ്റ നൂറ്റാണ്ട് കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായി മാറിയ ഒരു നഗരമാണ് അലക്സാൻഡ്രിയ. കുറച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം റോമിന് പിന്നിൽ രണ്ടാമത്തെ നഗരവുമായി. ലോകത്തിലെ ആദ്യത്തെ വലിയ തോതിൽ കൃഷി ചെയ്യുന്ന ആളുകൾ എന്നറിയപ്പെടുന്നത് ഈജിപ്തുകാരാണ്. അവർ തടത്തിൽ ജലസേചനം വികസിപ്പിച്ചെടുത്ത മിടുക്ക് കാരണമാണ് അവർക്കത് സാധ്യമായത്. അവരുടെ കൃഷിരീതികൾ, അവരുടെ പ്രധാന ഭക്ഷ്യവിളകൾ, പ്രത്യേകിച്ച് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങളും ഫ്ലാക്സ്, പാപ്പിറസ് തുടങ്ങിയ വ്യാവസായിക വിളകളും വലിയ തോതിൽ വളർത്താൻ അവർക്ക് സാധ്യമായതും ഇത്തരം മിടുക്കുകൾ കാരണമാണ്. ലോകത്തിൽ വലിയ തോതിലുള്ള വികസനങ്ങൾ സാധ്യമാക്കിയ രാജ്യങ്ങളിലൊന്നാണ് ഈജിപ്ത്. പുരാതന നാഗരികതയുടെ കളിത്തൊട്ടിലെന്ന നിലയിൽ ഈജിപ്തിൻ്റെ വികസനത്തെ ആഴത്തിൽ സ്വാധീനിച്ചിരിക്കുന്നു. സ്മാരക പിരമിഡുകളുടെ നിർമ്മാണം, എഴുത്തിലെ പുരോഗതി, നൈൽ നദിക്കരയിലെ ആദ്യകാല കാർഷിക കണ്ടുപിടുത്തങ്ങൾ എന്നിവയാൽ ഇതൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആധുനിക കാലത്ത് ടൂറിസം, സൂയസ് കനാൽ, പ്രകൃതിവാതക കയറ്റുമതി എന്നിവയാൽ നയിക്കപ്പെടുന്ന ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയുള്ള ഒരു പ്രാദേശിക ശക്തി കേന്ദ്രമായി ഈജിപ്ത് മാറിയിരിക്കുന്നു. എന്നിരുന്നാലും രാഷ്ട്രീയ അസ്ഥിരത, ജനസംഖ്യാ വളർച്ച, സാമ്പത്തിക അസമത്വം തുടങ്ങിയ വെല്ലുവിളികൾ സുസ്ഥിരമായ വികസനത്തിന് ഒരു തുരങ്കം സൃഷ്ടിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. മെഡിറ്ററേനിയനിലെ ഈജിപ്തിൻ്റെ ചരിത്രരത്നമായ അലക്സാൻഡ്രിയ സാംസ്കാരികവും സാമ്പത്തികവുമായ ഒരു വിളക്കുമാടമായി തുടരുന്നു. അതിമനോഹരമായ തീരപ്രദേശത്തിനും ചടുലമായ വിപണികൾക്കും പേരുകേട്ട നഗരം അതിൻ്റെ പുരാതന പൈതൃകത്തെ ചലനാത്മകവും ആധുനികവുമായ ജീവിതശൈലിയുമായി സമന്വയിപ്പിക്കുന്നു. നഗര നവീകരണത്തിലും സാംസ്കാരിക സംരക്ഷണത്തിലുമുള്ള സമീപകാല ശ്രമങ്ങൾ അതിൻ്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു. അലക്സാൻഡ്രിയയെ പ്രദേശവാസികൾക്കും സന്ദർശകർക്കും ഒരു പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു. തീർച്ചയായും നമ്മുടെ ഒരു യാത്രയുടെ ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറയുന്നത് ആ യാത്രയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഓരോ ഘടകങ്ങളെയും ആശ്രയിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ നോക്കിയാൽ പ്രകൃതി ഭംഗിയും യാത്രാ സൗകര്യവും താമസ സൗകര്യവും ഒക്കെ പോലെ തന്നെ അവിഭാജ്യമായ ഒന്നാണ്
ഭക്ഷണം, ഈജിപ്തിൻ്റെ പരമ്പരാഗതമായ ഭക്ഷണങ്ങളും വളരെ സുന്ദരമാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് അലക്സാണ്ട്രിയയിലെ ചരിത്രപ്രസിദ്ധമായ കാറ്റാക്കോമ്പിലാണ്. ഒരു കഴുത അബദ്ധത്തിൽ ആക്സസ് ഷാഫ്റ്റിൽ വീണപ്പോൾ അതിൻ്റെ കരച്ചിൽ കേട്ട് അവിടെ എത്തിച്ചേർന്ന ജനങ്ങൾ കണ്ടെത്തിയ ഒരു ശ്മശാന അറയാണ് കാറ്റാക്കോമ്പ്. സാധാരണ കാറ്റാക്കോമ്പുകൾ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ മറ്റു നിരവധി വ്യക്തികളെ പാർപ്പിക്കുന്നതിനായി സൈറ്റ് വിപുലീകരിച്ചത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. ഇവിടെ വെച്ച് കണ്ണൂർ സ്വദേശികളായ ബാംഗ്ലൂരിൽ സെറ്റിൽഡായ മറ്റൊരു ഫാമിലിയെയും യാദൃശ്ചികമായി പരിചയപ്പെടാനിടയായി. പൊതുവെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ദിക്കുകളിലേക്കുള്ള യാത്ര വളരെ നന്നായി ആസ്വദിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈജിപ്തിലെ പ്രത്യേകിച്ച് അലക്സാണ്ട്രിയയിലേക്കുള്ള യാത്ര എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഈ യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സജ്ജീകരിച്ച് തന്നത് എൻ്റെ നാടായ കണ്ണൂരിലെ തളിപ്പറമ്പിലെ ഐസിയ ഇൻസൈറ്റ് എന്നീ ട്രാവൽസുകളുടെ ഉടമസ്ഥനായ ഇർഷാദാണ്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്ന സുഹൃത്തു കൂടിയായ ഇർഷാദ് ഈ യാത്രയ്ക്കും ഇതിനു മുന്നേ ഞാൻ നടത്തിയ ദുബായ് യാത്രയ്ക്കും എനിക്ക് ചെയ്തു തന്ന സൗകര്യങ്ങൾ ഒരിക്കലും മറക്കാത്ത വലിയ വലിയ സ്നേഹപൂർവ്വം ഓർക്കുന്ന സൗകര്യങ്ങൾ തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് ഞങ്ങൾക്കായി ഏർപ്പെടുത്തിയ ഗൈഡ് അഹമ്മദ് അമീർ. ഐ മിസ് യു മാൻ. അദ്ദേഹം ചരിത്രപരമായ ഒരുപാട് അറിവുകളും ഈജിപ്തിൻ്റെ രാഷ്ട്രീയമായ ബോധങ്ങളുമൊക്കെയുള്ള ഒരു വലിയ മനുഷ്യനാണ്. കാറ്റാക്കോമ്പിൽ ഇപ്പോഴും ഡെവലപ്മെൻറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അലക്സാണ്ട്രിയയിലെ ഒരു സ്ട്രീറ്റിൽ കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ആ ദൂരെ കാണുന്നത് മെഡിറ്ററേനിയൻ കടലാണ്. അലക്സാണ്ട്രിയ നഗരത്തെ ഇത്രയും ഭംഗിയോടെ, ഇത്രയും സന്തോഷത്തോടെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഈ കടലിൻ്റെ പങ്ക് ചെറുതല്ല. പുരാതന നാഗരികതയുടെ കളിത്തൊട്ടിലായ മെഡിറ്ററേനിയൻ കടൽ യൂറോപ്പിനെയും ഏഷ്യയെയും ആഫ്രിക്കയെയും ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന ജലാശയമാണ്. അതിശയകരമായ നീലജലത്തിനും സമ്പന്നമായ ജൈവവൈവിധ്യത്തിനും ചരിത്രപരമായ പ്രാധാന്യത്തിനും പേരുകേട്ട ഇത് അഭിവൃദ്ധി പ്രാപിക്കുന്ന വ്യാപാരം, ടൂറിസം, മത്സ്യബന്ധന വ്യവസായങ്ങൾ എന്നിവയെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നുണ്ട്. മനോഹരമായ തീരപ്രദേശങ്ങളും സാംസ്കാരിക വൈവിധ്യവും കൊണ്ട് മെഡിറ്ററേനിയൻ പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും മനുഷ്യ പൈതൃകത്തിൻ്റെയും പ്രതീകമായി തുടരുന്നു. ബിബ്ലിയോതെക്ക അലക്സാൻഡ്രിന 2002 ഉദ്ഘാടനം ചെയ്യപ്പെട്ട, ഒരു കാലത്ത് പുരാതന ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന ശേഖരമായ അലക്സാൻഡ്രിയയിലെ പുരാതന ലൈബ്രറി. ഒരു ആധുനിക അത്ഭുതമാണ് ഈ പ്രസ്ഥാനം. അലക്സാൻഡ്രിയയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഐതിഹാസിക ഘടന സൂര്യൻ്റെ ആകൃതിയിലുള്ള രൂപകൽപ്പനയും ലോകമെമ്പാടുമുള്ള ലിപികൾ ആലേഖനം ചെയ്ത ഗ്രാനൈറ്റ് ഭിത്തികളും അറിവിനായുള്ള മനുഷ്യരാശിയുടെ ശാശ്വതമായ അന്വേഷണത്തെ പ്രതീകപ്പെടുത്തുന്നു. ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത് മ്യൂസിയങ്ങൾ, ആർട്ട് ഗാലറികൾ, പ്ലാനറ്റോറിയം, അത്യാധുനിക ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ്. ഒരു ഗ്രന്ഥശാല എന്ന നിലയിലുള്ള അതിൻ്റെ റോളിനപ്പുറം ബിബ്ലിയോതെക്ക അലക്സാൻഡ്രിന ഒരു ഊർജ്ജസ്വലമായ സാംസ്കാരിക കേന്ദ്രമാണ്. ഇവൻറ്റുകൾ, എക്സിബിഷനുകൾ, വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ എന്നിവ ഇവിടെ നിരന്തരം സംഘടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിബ്ലിയോതെക്ക അലക്സാൻഡ്രിന ആധുനിക യുഗത്തിൽ പഠനത്തിൻ്റെയും സർഗാത്മകതയുടെയും ഒരു വഴിവിളക്കായി ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്.
ഏതൊരു നഗരത്തിൻ്റെയും പ്രധാന ആകർഷണീയതകളിൽ ഒന്നാണ് അതിൻ്റെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. അലക്സാണ്ട്രിയയുടെ രാത്രി ജീവിതം എന്നത് അവരുടെ സാംസ്കാരികവും ചരിത്രപരവുമായ സമ്പന്നതയോടൊപ്പം തന്നെ ആധുനിക വിനോദവും കൂടി ഊർജ്ജസ്വലമായ രീതിയിൽ മിശ്രിതമാക്കി തന്നെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. സുഖപ്രദമായ കടൽത്തീര കഫേകളും തിരക്കേറിയ മാർക്കറ്റുകളും സ്റ്റൈലിഷ് ലോഞ്ചുകളും ലൈവ് മ്യൂസിക് വേദികളും ഒക്കെ കൂടി സമ്പന്നമായൊരു നൈറ്റ് ലൈഫാണ് അലക്സാണ്ട്രിയയുടേത്. അടുത്ത ദിവസം ഞങ്ങൾ യാത്ര തിരിച്ചത് അലക്സാണ്ട്രിയയിലുള്ള ഒരു കോപ്റ്റിക് ദേവാലയത്തിലേക്കാണ്. സെൻറ്റ് മാർക്ക് കോപ്റ്റിക് ഓർത്തഡോക്സ് കത്തീഡ്രൽ. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ തലവനായ അലക്സാണ്ട്രിയയിലെ പോപ്പിൻ്റെ ചരിത്രപരമായ ഇരിപ്പിടമാണ്. AD 42 മാർക്ക് ദി ഇവാഞ്ചലിസ്റ്റ് സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കുന്ന ഈ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെയും പിൻഗാമികളുടെയും മൃതദേഹങ്ങളടങ്ങിയ ഒരു ചാപ്പൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 828 വിശുദ്ധ മാർക്കിൻ്റെ ശരീരത്തിൻ്റെ ഭൂരിഭാഗവും മോഷ്ടിക്കുകയും വെനീസിലേക്ക് മാറ്റുകയും ചെയ്തതായി പറയപ്പെടുന്നു. തല മാത്രം അലക്സാണ്ട്രിയയിൽ അവശേഷിക്കുന്നു. തുടർന്ന് ഞങ്ങൾ പോയത് അബുൽ അബ്ബാസ് മുർസിയുടെ പേരിലുള്ള ചരിത്രപ്രസിദ്ധമായ ഒരു മുസ്ലിം പള്ളിയിലേക്കാണ്. അഷ്റഫ് കുടുംബത്തിലെ അംഗങ്ങൾക്കൊപ്പം അതേ സ്ഥലത്ത് അന്തിയുറങ്ങുന്ന മഹാനായ മനുഷ്യനാണ് അബുൽ അബ്ബാസ് അൽ മുർസി. നിരവധി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അലക്സാണ്ട്രിയ ചരിത്രത്തിലും സംസ്കാരത്തിലും വൈവിധ്യത്തിലും സമ്പന്നമായ ഒരു കാലാതീത നഗരമായി ഇന്നും നിലകൊള്ളുകയാണ്. അലക്സാണ്ട്രിയയിലെ വിളക്കുമാടം പോലെയുള്ള പുരാതന ലാൻഡ്മാർക്കുകൾ അതിൻ്റെ ഊർജ്ജസ്വലമായ ആധുനിക ജീവിതം വരെ അത് ഭൗതിക നേട്ടങ്ങളുടെയും സാംസ്കാരിക സംയോജനത്തിൻ്റെയും പ്രതീകമായി തുടരുന്നു. നഗരത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും സമകാലിക മനോഹാരിതയും ഒരു സവിശേഷമായ സ്ഥലമാക്കി അലക്സാണ്ട്രിയയെ മാറ്റുന്നു. അതോടൊപ്പം തന്നെ സന്ദർശകർക്ക് ഈജിപ്തിൻ്റെ ഭൂതകാലത്തെയും ഭാവിയെയും കുറിച്ച് ഒരു നേർക്കാഴ്ച നൽകുകയും ചെയ്യുന്നു. വാസ്തുവിദ്യയിലൂടെയോ പാചക രീതിയിലൂടെയോ ജനങ്ങളുടെ ആത്മാവിലൂടെയോ അലക്സാണ്ട്രിയ ഈജിപ്തിൻ്റെ പൈതൃകത്തിൻ്റെ ആകർഷകവും അനിവാര്യവുമായ ഭാഗമായി തുടരുന്നു. മെഡിറ്ററേനിയൻ തീരപ്രദേശത്ത് പ്രശസ്തവും മനോഹരവുമായ ഒരു സ്ഥലമാണ് അലക്സാണ്ട്രിയൻ ബീച്ച്.
തെളിഞ്ഞ നീലജലത്തിനും മൃദുവായ തിരമാലകൾക്കും പേരുകേട്ട ഇത് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും വിശ്രമിക്കുന്ന ഒരു രക്ഷപ്പെടൽ കേന്ദ്രം കൂടിയാണ്. പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും പ്രിയപ്പെട്ട ഒരിടം. ആളുകൾക്ക് സൂര്യപ്രകാശം ആസ്വദിക്കാനും നീന്താനും തീരത്ത് വിശ്രമിക്കാനും ഒക്കെ സാധ്യമാകുന്ന സുന്ദരമായൊരു സ്ഥലം. സമീപത്തുള്ള കഫേകളും ചരിത്രപ്രധാനമായ ലാൻഡ്മാർക്കുകളും ഊർജ്ജസ്വലമായ അന്തരീക്ഷം അലക്സാണ്ട്രിയയുടെ ബീച്ചുകളെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സാംസ്കാരിക ചാരുതയുടെയും സമന്വയമാക്കി മാറ്റുന്നു. ബലൂസ എന്ന പേരിൽ അറിയപ്പെടുന്ന അലക്സാണ്ട്രിയൻ ഐസ്ക്രീം ഈജിപ്തിലെ തീരദേശ നഗരമായ അലക്സാണ്ട്രിയയിൽ നിന്നുള്ള സവിശേഷവും പ്രിയപ്പെട്ടതുമായ ഒരു മധുര പലഹാരമാണ്. സമ്പന്നമായ ക്രീം ഘടനയ്ക്ക് പേരുകേട്ട ഈ ഐസ്ക്രീം സാധാരണയായി പാല്, പഞ്ചസാര, അന്നജം എന്നിവയുടെ പ്രത്യേക മിശ്രിതം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.